ശ്രീ ആരിഫ് ഹുസൈൻ, നമസ്തേ, ഗുഡ് ഈവനിങ്. ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോളർ വൈറ്റ് കോട്ട് ടെറർ നെറ്റ്വർക്കിനെ കുറിച്ചാണ്. അങ്ങ് എന്തായാലും ഈ ചർച്ചയിൽ വേണം എന്ന് ഞാൻ അഭയദേവിനോട് പറയാൻ കാരണമുണ്ട്. അങ്ങ് ഓൾറെഡി ഇതേക്കുറിച്ച് പഠനം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എത്ര ഭയാനകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത് ചർച്ച ചെയ്യുക തന്നെ വേണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ശ്രീകാന്തും ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ഒരു യൂണിവേഴ്സിറ്റി, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു ഹോസ്പിറ്റൽ, അവിടെ ജീവൻ രക്ഷകരാകേണ്ട ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത് ജീവൻ എടുക്കുന്ന ഭീകര ശൃംഖലയുടെ കൈയാളുകളായിട്ടാണ്, അതിൻ്റെ സംവിധായകരായിട്ടാണ്, അതിൻ്റെ സേനാനികളെന്ന് പോലും അവരെ വിളിക്കാൻ പാടില്ല, ജിഹാദികളായിട്ടാണ്. ഇത് ഞെട്ടിപ്പിക്കുന്നതല്ലേ? നമ്മൾ ആരെ വിശ്വസിക്കും? എവിടെയൊക്കെ ഇതൊക്കെയുണ്ട്, എവിടെയൊക്കെ ഉണ്ടാവും ഇത്തരം ഭീകര ശൃംഖലകൾ, സ്ലീപ്പർ സെല്ലുകൾ? ശ്രീ ആരിഫ് ഹുസൈൻ, നമസ്കാരം. ഈ ഒരു വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നതും ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിമിനെയും ഇതുപോലെ ഒരു വിഷയം വരുന്ന സമയത്ത് അവരുടെ ഉള്ളിലൂടെ വരുന്ന, ഇപ്പൊ ഞാനെല്ലാം ഒരു വിശ്വാസിയായി ഇതിൽ നിലനിന്നിരുന്ന സമയത്ത് പോലും ഒരു ബോംബ് സ്ഫോടനം എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ, ഒരു തീവ്രവാദ ആക്രമണം ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്റെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് മുസ്ലിം ആയിരിക്കരുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തിനാണ് ഒരു മുസ്ലിം അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ സാധാരണ ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എല്ലാവരും മുസ്ലിമിനെതിരെ അത് ചിന്തിക്കുന്നു, അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു, ഇതാണ് പറയാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് മുസ്ലിമിന് അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന വരേണ്ട ആവശ്യകത എന്താ ഉള്ളത്? അപ്പൊ ഇത് ബാക്കിയുള്ള ആളുകൾ കെട്ടിവെക്കുന്നത് മാത്രമായിട്ടല്ലല്ലോ ഇതിനെ കാണുന്നത്. ഓരോ മുസ്ലിമും പെർസീവ് ചെയ്യുന്നത് അതേ നിലയിൽ തന്നെയാണ്. ഇത് ഞങ്ങളാകരുതേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വരുന്നുണ്ട് കാര്യം. അപ്പൊ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ആദ്യം വരുമ്പോഴാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ഇതെന്താണ് ഇതിന്റെ കാര്യകാരണങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചർച്ച പോലും പ്രസക്തമാകുന്ന ആ ഒരു ഘട്ടത്തിന് ശേഷമാണ്. അപ്പൊ ഇവിടെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ട ആദ്യത്തെ ഒരു ബാധ്യത ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുസ്ലിം സമുദായത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും തന്നെയാണ് ആദ്യത്തെ ആ ഒരു ബാധ്യത ഇവിടെ വന്നു ചേരുന്നത്. അത് എത്രമാത്രം അവരത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഡൽഹി വിഷയം വന്നതിന് ശേഷം തന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ഇതിനകത്ത് ഇസ്ലാമിന് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കൈ കഴുകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല, ഇത് നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ്, ഇത് ഇലക്ഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും സംഭവിക്കുന്ന എന്താണ്? യഥാർത്ഥ കാരണങ്ങളിലേക്ക് ചർച്ച പോകുന്നില്ല. ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു. ഇതിൽ കൂടുതൽ മുസ്ലിങ്ങൾ കരുവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മുസ്ലിങ്ങളുടെ മേലെ ഇതിന്റെ ആ ചോദ്യചിഹ്നം ഉയരുന്നത് അവിടെ വ്യാപകമാവുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രാപ്പിലേക്ക് വീണുകൊണ്ട് മുസ്ലിങ്ങളും സാധാരണ മുസ്ലിങ്ങളും ഇതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആർക്കാണോ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ബാധ്യതയുള്ളത്, അത് ജിഹാദികളാണ് എന്നിരിക്കെ അവർ പറയുന്ന അതേ വാദങ്ങൾ ഏറ്റുപിടിക്കേണ്ട ഒരു ഗതികേട് ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് ഉണ്ടാവുകയും കൂടി ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരും കൂടി ചേർന്ന് ഇതെല്ലാം നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇത് മാറുകയാണ്. അപ്പൊ ഇവിടെ ചില ബാധ്യതകൾ വരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ കാണുന്ന ഒരു വലിയ മാറ്റം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഉടനെ ജനം TV മാത്രം ഇത് പറയുന്നു എന്നാണ് സാധാരണ പറയാറ്. എന്നാൽ ഇത്തവണ അതിന് വലിയ വ്യത്യാസം ഉണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റു മാധ്യമങ്ങളും ഇതുപോലെ ഒരു വിഷയത്തിൽ ഇപ്പൊ വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന വാക്ക് അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു, ഇത് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വാക്കിട്ടത് ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആരെങ്കിലും പറഞ്ഞു, അതല്ലെങ്കിൽ ഇപ്പൊ ജനം TV പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘപരിവാർ മേഖലയിലുള്ള ഒരാളാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ വാക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ വാക്കിന്റെ അവസ്ഥ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കിന്റെ അവസ്ഥ എന്താണോ അതേപോലെ ആയിരിക്കും. കാരണം ഇത് അങ്ങനെ ഒരു സാധനം ഇല്ല, അത് നിങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദേ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്നത് ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് സത്യത്തിൽ ഇന്നത്തെ ഇസ്ലാമിക സമൂഹം തന്നെയാണ്. ഈ ജിഹാദ് കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെയാണ് അത് കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇത് ഇങ്ങനെ നമ്മളുടെ രാജ്യത്തൊന്നും നമ്മളിന്ന് ബാധിക്കുന്ന പ്രശ്നം, ഇത് വേറെ എവിടെയോ സംഭവിക്കുന്നതാണെന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കാറ്. പക്ഷെ ഇന്ത്യ ഒരു ഹോൾ പിക്ചർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഏതൊരു ടെറർ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അതിപ്പോ ISIS റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ പോലും ഒരു വലിയൊരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം, ഒരു നമ്പർ 1 കേരള മോഡൽ അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും. അത് നിഷേധിക്കാനായിരിക്കും കഴിയില്ല. കാരണം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ISIS റിക്രൂട്ട്മെന്റ്സ് നടന്നിട്ടുള്ളത് ഇതേ കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ പറയാറുണ്ട്, അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കിങ് പിൻ, ഈ പറയുന്ന ISIS റിക്രൂട്ട്മെന്റ്സ് നടത്തിയ ആളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അയാൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു ശബ്ദശകലം ഇവിടെ ദേശീയ മാധ്യമങ്ങളൊക്കെ മലയാളത്തിൽ കൊടുത്ത് അതിന്റെ പരിഭാഷ അടിയിൽ കൂടെ റൺ ചെയ്തുകൊണ്ട് വലിയ ചർച്ചയാക്കിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതിലെന്താണ് ആൾ പറയുന്നത്?
നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ, നമ്മളുടെ ദൗലത്തിന് വേണ്ടി നമ്മൾ പോരാടണം, അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, നിങ്ങൾ അത് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം വഴികളുണ്ട്, നിങ്ങളുടെ കയ്യിൽ വണ്ടിയില്ല, ഇടിച്ചു കയറ്റൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളാണ്. ഇടിച്ചു കയറ്റുന്നതാണ് നമ്മൾ കണ്ടത്, യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അയാൾ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഈ പറയുന്ന സംഗതികൾ, നിങ്ങൾ കുംഭമേളയില്ലേ അവിടെ പോയിട്ട് വിഷം കലക്കൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോ ഈ പിടിച്ച ആളുകൾ നമ്മൾ പിടിച്ചത് എന്താണ്, റിസിൻ എന്ന് പറയുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഷമാണ് പിടിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? വിഷം കലക്കി ആളുകളെ കൊല്ലാൻ തന്നെ. അപ്പൊ ഇതുപോലെ ഈ പിടിക്കപ്പെടുന്നതൊന്നും റാൻഡമായിട്ട് സംഭവിക്കുന്നതല്ല. ഇത് ഈ പറയുന്ന ആളുകൾ ഈ ജിഹാദി മേഖലകളിൽ രഹസ്യമായിട്ട് ചർച്ച ചെയ്യുകയും ഇത് ജിഹാദിലേക്ക് ആകർഷകരാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പദ്ധതി തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ശബ്ദശകലങ്ങളിൽ അവർ തന്നെ പങ്കുവെക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇനിയും ഈ ഡിനയൽ മോഡിൽ നിന്നുകൊണ്ട് എത്ര നാൾ ഇതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകാൻ പാകത്തിന് മറ്റു മാധ്യമങ്ങൾ അടക്കം ഇത് ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് തന്നെ വലിയ വിജയമാണെന്നാണ് ഞാൻ പറയുക. കാരണം ആ വിഷയത്തെ ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അതിവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്നത്. ഇപ്പോഴും പരിഹാരത്തിന്റെ ഭാഗം വരുമ്പോൾ അവിടെ ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഞാൻ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഇപ്പൊ ആളുകൾ പറയുന്നത് എന്താണ്, ഇത്ര വലിയ സംഭവമാണ്, ഒക്കെ ശരിയാണ്, എന്നിട്ട് മോദി ഇതിനകത്ത് പരിഹാരം ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇത് മോദി വലിയ പരാജയമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സപ്പോസ് ഇത് മോദി ഇനിയിപ്പോ അത് പരിഹരിക്കണം എന്ന് തന്നെ രണ്ടും കൽപ്പിച്ചൊന്ന് ഇറങ്ങി എന്ന് വിചാരിക്കുക. എന്താണ് ഒരു മോദിയുടെ മുന്നിലുള്ള മാതൃക ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് രണ്ട് മാതൃകകൾ എടുക്കാം. ബോണസ് ആയിട്ട് ഒരു മാതൃക വേറെയും നമുക്ക് എടുക്കാം. ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് ഈ UAE നമുക്ക് ലഭിക്കുന്ന ഒരു മാതൃകയാണ്. രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് താജിക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ, അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ. മൂന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് ചൈനയിലെ മാതൃകയാണ്. ഇത് ഓരോന്നും നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുക. എന്താണ് UAE ചെയ്യുന്നത്? UAE അവർ ചെയ്യുന്നത് എന്താ? ഈ പറയുന്ന തീവ്രവാദമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഓർഗനൈസേഷൻസിനെ ബാൻ ചെയ്യുന്നു. മുസ്ലിം ബ്രദർഹുഡിനെ ബാൻ ചെയ്യുന്നു. മുസ്ലിം ബ്രദർഹുഡിനെ ബാൻ ചെയ്ത മാതിരി അതൊരു നല്ല മാതൃകയാണെന്ന് മനസ്സിലാക്കി മോദി നാളെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയെ ബാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കും? മുസ്ലിം വേട്ട എന്ന് പറയും. അടുത്തത് എന്താണ് UAE പറയുന്നത്? UAE ബാൻ ചെയ്തു. ഈ ജിഹാദി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മുസ്ലിങ്ങളെ എപ്പോഴും ഈ തരം ആശയങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ജിഹാദി മാധ്യമങ്ങളെ ബാൻ ചെയ്യുക എന്നുള്ളതാണ്. അൽ ജസീറയെ ബാൻ ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ഒരു അൽ ജസീറ, ഒരു ഞാൻ മുക്കാൽ മീഡിയ എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു മുക്കാൽ മീഡിയ നമ്മുടെ നാട്ടിലുണ്ട്. മീഡിയ വൺ തന്നെയാണ്, മാധ്യമം പത്രമാണ്. ഇതിവിടെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അൽ ജസീറയെ ബാൻ ചെയ്യാൻ കഴിയുന്നു, അതിന്റെ പത്രത്തെ ബാൻ ചെയ്യാൻ കഴിയുന്നു. നമ്മുടെ നാട്ടിൽ അത് ബാൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? മാധ്യമവേട്ട എന്ന് പറയും. അപ്പൊ ഇത് സമ്മതിക്കോ? ഇല്ല. ഇനി അടുത്ത മാതൃക എവിടുന്നാണ്? അത് ഈ പറയുന്ന ഈ UAE എന്ന് തന്നെ പറയുകയാണെങ്കിൽ മതവിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കാം. അപ്പൊ അതിലെന്താണ്? ഔദ്യോഗികമായിട്ടുള്ള സംഗതികൾ മാത്രമേ പഠിപ്പിക്കാവൂ, സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്ത് മാത്രമേ പഠിപ്പിക്കാവൂ. മദ്രസ ബോർഡുകളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈ UAE ചെയ്ത മാതിരി നമ്മുടെ ഇവിടുത്തെ മദ്രസ ബോർഡുകൾ മോദി ബാൻ ചെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇതേ വീണ്ടും മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മോദിയുടെ മണ്ടയ്ക്ക് കയറും. ഇതാണ് ഇവിടെ ഉണ്ടാവാൻ വന്നത്. അപ്പൊ ഇത് UAE മാതൃക നമുക്ക് പറ്റില്ല. ഇനി അടുത്ത മാതൃക എവിടെയാണ്? അത് നമുക്കുള്ളത് താജിക്കിസ്ഥാനിലാണ്. താജിക്കിസ്ഥാനിൽ അവർ ചെയ്യുന്ന എന്താണ്? അവിടെ നിങ്ങൾ താടി വെച്ച് നടന്നാൽ, ഹിജാബ് ഇട്ട് നടന്നാൽ, ബുർക്ക ഇട്ട് നടന്നാൽ ഇതെല്ലാം തീവ്രവാദത്തിന്റെ ചിഹ്നമായിട്ട് അവർ മനസ്സിലാക്കിയിട്ട് അത് ആളുകൾ അതിനകത്ത് ഏർപ്പെട്ടുള്ള തെളിവ് പോലും വേണ്ട. നിങ്ങൾ മീശയില്ലാതെ താടി വെച്ച് നടക്കുന്ന ആളാണോ, ആ താടി അവിടുന്ന് പകുതി പഠിച്ചു വിടും. കാരണം എന്താ അവർ പറയുന്നത്? അത് സിമ്പിൾ ഓഫ് എക്സ്ട്രീമിസം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊരു നല്ല മാതൃകയാണെന്ന് മനസ്സിലാക്കിയിട്ട് മോദി നാളെ മുതൽ താടി മാത്രം വെച്ച് നടക്കുന്ന മീശയില്ലാത്ത ആളുകളെ മുഴുവൻ പിടിച്ച് പകുതി പഠിച്ചു വിടാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പറയാ? നമ്മൾ പറയും മുസ്ലിം വേട്ട എന്ന് പറയും. അപ്പോ അതും നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയില്ല. ഈ തരത്തിലുള്ള ഏതെങ്കിലും അധ്യാപനങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ നടത്തുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താജിക്കിസ്ഥാൻ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഒക്കെ എന്താ ചെയ്യുന്നത്? ആ പള്ളി JCB കൊണ്ട് ഇടിച്ച് നിരത്തുകയാണ് ചെയ്യുന്നത്. അത് മോദി ഇവിടെ ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഏതെങ്കിലും പള്ളി, ഇവിടുത്തെ സലഫി പള്ളികൾ ഒരെണ്ണം പോലും പിന്നെ ബാക്കി ഉണ്ടാവില്ല. എല്ലാ പള്ളി വിദ്യാഭ്യാസം കൊണ്ട് തത്വാധിഷ്ഠിതമായ തീവ്രവാദം ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അത് ദൈവികമായ ഒരു ദൗത്യം പോലെ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ നാടിന് പ്രയോജനകരമാകേണ്ട ആളുകൾ ചാവേറുകളായി മാറുന്നത്. ഞാൻ ശ്രീ O അബ്ദുള്ളയിലേക്ക് ആദ്യം ഒന്ന് പോകുന്നു. ശ്രീ O അബ്ദുള്ള, ഈ ഒബ്സർവേഷൻസ് അങ്ങ് കേട്ട് കാണും. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? എന്തുകൊണ്ടിത് മതത്തിൻ്റെ പേരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ആ ലെൻസും ഫോക്കസും വരുന്നു? എന്തുകൊണ്ട് മദ്രസ തുടങ്ങിയുള്ള മതവിദ്യാഭ്യാസത്തിലേക്ക് ഈ ഫോക്കസ് വരുന്നു? അങ്ങ് ആരിഫ് ഹുസൈൻ പറഞ്ഞ വാക്കുകളും കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ O അബ്ദുള്ള. മദ്രസകളെ സംബന്ധിച്ചുള്ള ഈ ആരോപണം വളരെ നേരത്തെയുള്ളതാണ്, പുതിയതല്ല.
മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പല ചാനലുകളിലും എനിക്ക് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മദ്രസയിൽ പഠിച്ച ആളാണ്, പഠിപ്പിച്ച ആളാണ്. മദ്രസകളിൽ നടക്കുന്നത് ഏതെങ്കിലും കാടുകളിൽ വനാന്തരങ്ങളിലല്ല, റോഡ് സൈഡുകളിലാണ് കേരളത്തിൽ 90% അല്ലെങ്കിൽ 99% മദ്രസകളും. അവിടുത്തെ പാഠപുസ്തകങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. എന്ത് പഠിപ്പിക്കുന്നു എന്നത് മലയാള ഭാഷയിൽ, പണ്ടത് അറബി മലയാളം എന്ന് പറയുന്നൊരു ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്, അതായത് അറബി ലിപികളിൽ മലയാളം. ഇപ്പോഴത് മലയാളത്തിൽ തന്നെയാണ് വലിയൊരളവോളം. അത് എടുത്ത് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കണം, പല്ല് തേക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, പ്രാർത്ഥിക്കണം. ഇത് അങ്ങനെ തുടങ്ങും. അതിന് വെള്ളം പിന്നെ ഇതെന്താ ഈ അംഗശുദ്ധി വരുത്തണം. അംഗശുദ്ധി വരുത്തണമെന്നത് വെള്ളം ശുദ്ധിയുള്ള വെള്ളം കൊണ്ടായിരിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അത് അനാവശ്യമായ ഒരുപാട് ഇതുണ്ട് അതിനകത്ത്. അതായത് മഴവെള്ളമായാൽ മതിയോ, അല്ലെങ്കിൽ കടലിലെ വെള്ളം പറ്റുമോ, പുഴയിലെ വെള്ളം മതിയോ, അല്ലെങ്കിൽ അത് എത്ര വേണോ, അതിൻ്റെ അളവ് എത്ര, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ മദ്രസാ പഠനം. ഈ മദ്രസാ പഠനത്തിൽ എവിടെയെങ്കിലും അന്യ സമുദായത്തോട് വെറുപ്പുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കുന്നതോ നാട്ടിനോട് വൈരാഗ്യമുണ്ടാക്കുന്ന ഒരു പരാമർശമുണ്ടാവില്ല. പരമാവധി ഉണ്ടാവൽ പ്രവാചകനെ പറ്റി പറയണം, പ്രവാചകനിൽ വിശ്വസിക്കണം. അതേ നമുക്ക് വഴികാട്ടിയാണ്. ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾ നരകത്തിലായിരിക്കും. ഇതൊന്നും ചെയ്യാത്ത ആൾ അവകാശിയായിരിക്കും. ഇത് മാത്രമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതാർക്കും വാങ്ങി വായിക്കാവുന്നതും പിന്നെ ആശയങ്ങൾ കൈമാറാവുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ ഈ മതപഠനം എന്ന് പറയുന്ന മുസ്ലിം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതിലൂടെ അഭ്യസിച്ച് വളർന്നു വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അവർ മതവിശ്വാസികളായി മാറും. ഇതില്ലാതാക്കാൻ വേണ്ടിയാണ് മുരട്ട് വിട്ടുന്നത്. മദ്രസകൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭീകരമാണ്. വളരെ കാലം പറഞ്ഞ് പിന്നീട് അത് സംബന്ധമായ അന്വേഷണം നടന്നു. ഒരിക്കലും തന്നെ മദ്രസകളിൽ ഇത്തരത്തിലുള്ള യാതൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിന് സംബന്ധമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ആരോപണം പിൻവലിക്കുക, അതിനൊരു അടിസ്ഥാനമില്ല. പിന്നെ പറയുന്നത് നിങ്ങളിപ്പോൾ സാധാരണ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ വിശ്വാസം ഇത് ഹുവത്തുൽ ഇസ്ലാമിയ എന്ന് പറയും, പാൻ ഇസ്ലാമിസം. ഇസ്ലാം ഒരു വിശ്വാസപ്രമാണമാണ്. അത് ലോകാടിസ്ഥാനത്തിലുള്ള ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുസ്ലിം പീഡിപ്പിക്കപ്പെടുകയോ ഇസ്ലാമിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അയാളോട് അനുഭാവം ഉണ്ടാവും. ഒരു പ്രശ്നം ലണ്ടൻ പാലത്തിൽ നിന്ന് മറ്റൊരുത്തനെ കുത്തി, അവൻ മുസ്ലിമാണ് കുത്തിയത് എങ്കിൽ അവൻ്റെ നാട്ടിൽ നിന്ന് ബഹിഷ്കൃതനാവുകയും അതിൻ്റെ പേരിൽ അവൻ്റെ മാതാപിതാക്കൾ പീഡിപ്പിക്കപ്പെടുകയും രാഷ്ട്രപുഷ്ടനാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ലണ്ടൻ പാലത്തിൽ വെച്ച് ഒരു ഇംഗ്ലീഷുകാരനെ കാണുമ്പോൾ കുത്തും. കാരണം ഇവൻ അവിടെ വന്നിട്ട് ഇവൻ്റെ രാജ്യം ഇറാഖ് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ സിറിയ അവിടെ വന്നിട്ട് അവിടെ ബോംബിടുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവൻ പകരം ചെയ്യുന്നത്. അതോടുകൂടി അത് വലിയ പ്രശ്നമാവും. മുസ്ലിം സമുദായം അത് ഏറ്റെടുക്കും. അപ്പോൾ ഇത് ഈ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ് എന്ന അടിസ്ഥാനത്തിൽ അവർ പ്രതികരിക്കും. ആ പ്രതികരണത്തിനെയാണ് ഒരു മുസ്ലിം എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കൂടി ബഹളം കൂട്ടുന്നു എന്ന് പറയുന്നത്. ആ മുസ്ലിങ്ങൾക്കെതിരായ പീഡനം എപ്പോൾ നിർത്തുന്നോ അപ്പോൾ തനിയില്ലാതാവും. ഈ ഒരു സംഗതി അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി എന്താ ചോദിച്ചോളൂ. അങ്ങയിലേക്ക് വരാം. ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഈ പറഞ്ഞതിന് മറുപടി, പ്രേക്ഷകരുടെ ചില കമന്റുകൾക്ക് മറുപടി, അങ്ങയ്ക്ക് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് ശ്രീ ആരിഫ് ഹുസൈൻ. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇത് പറയുന്നത് ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അതായത് അപ്പോൾ താജിക്കിസ്ഥാൻ മോഡലും ഇവിടെ മോദിക്ക് ഇവിടെ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇനിയിപ്പോ ആകെ കൂടിയുള്ള മോഡൽ ഏതാണ്? അത് ചൈന എന്നുള്ള മോഡലാണ്. ചൈനയുടെ ഉള്ള ആ മോഡൽ ഇവിടെ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതെന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് അറബിയിൽ എന്തെങ്കിലും പറയുന്ന ഒരു ചൈനക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് കൂട്ടിയിട്ടിട്ട് അയാളെ കൊണ്ട് ചൈനീസ് പഠിപ്പിക്കുക. ഇതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അറബി ഭാഷ പോലും പാടില്ല, പള്ളികളുടെ മിനാരം പോലും പാടില്ല എന്നുള്ള രീതിയിലാണ് ചൈനയിൽ അവിടെ പ്രശ്നം അവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ, ഇസ്ലാമിനെ അവിടെ തീർക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മോദി ചെയ്ത് എങ്ങനെ ഇരിക്കും? അപ്പൊ ഞാൻ പറയുന്നു, ഇതൊന്നും ലോകത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ വളരെ വിജയകരമായിട്ട് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് ചെയ്യാൻ മോദിക്ക് സാധിക്കില്ല. പിന്നെ ഇവിടെ എന്താ ചെയ്യാൻ സാധിക്കുക? ഇതിനെ കോൾ ഔട്ട് ചെയ്യുക. ഇതിന് വേണ്ട മറ്റുള്ള വഴികൾ, ഒരു ഇന്ത്യയുടേതായിട്ടുള്ള മാതൃകയിൽ ഒരു ജനാധിപത്യ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ള വഴി. അത് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ ബലങ്ങതടി എന്താണ്?
ഇസ്ലാമിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് ഇങ്ങനെ വായിൽ ഇങ്ങനെ വിരലിട്ട അതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് എന്ന് പറയുക, അല്ലെങ്കിൽ പച്ചവെള്ളം ചവച്ചരച്ച് കഴിക്കുന്ന ഒരു മതമാണ് എന്ന രീതിയിൽ അതിനെ അയ്യോ പാവം എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുക, ഇതാണ് ഇവിടെ കിടക്കുന്നത്. അത് ആദ്യം അവസാനിപ്പിക്കുക. ഇതിനകത്ത് ജിഹാദിന് കോൾ ഔട്ട് ചെയ്യുന്ന വാചകങ്ങളുണ്ട്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സൂയിസൈഡ് ബോംബിംഗ് പോലെ ഹലാലാണ് എന്ന് പഠിപ്പിക്കുന്ന മതപണ്ഡിതർ ഇവിടെ ഉള്ളപ്പോൾ അതിനെ വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇവിടെ പറയുന്ന മാതിരി പല വാദങ്ങൾ, ഇപ്പൊ അബ്ദുള്ള പറഞ്ഞതിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, ഇവിടെ പറഞ്ഞു മദ്രസകൾ റോഡിന്റെ പക്കത്താണ്. ഈ മദ്രസയിൽ റോഡിന്റെ പക്കത്ത് പഠിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നേ. ഇതേ മദ്രസയിൽ തന്നെ 12ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണ്? അതായത് മതം വിട്ടവനെ കൊല്ലണം എന്ന് സമസ്തയുടെ മദ്രസയിൽ 12ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്ന് നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത്. വീഡിയോ ആയിട്ട് ഇവിടെ പുറത്ത് കൊണ്ടുവരികയും അത് അവസാനം ആ വീഡിയോ ഈ മദ്രസയിൽ നിന്ന് അത് പിൻവലിക്കുന്ന അവസ്ഥ അവരോട് ഉണ്ടായി. അപ്പോ ഇവിടെ അത് പഠിപ്പിച്ചത് എവിടെയാ? ഈ മദ്രസയിൽ തന്നെയാണ്. അതേപോലെ നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലണം കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതും അതും ഇതേ മദ്രസയിൽ തന്നെയാണ്. അതേപോലെ ഇവിടെ അന്യമതക്കാരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സെക്ടേറിയനിസം, ആ ഒരു ഡിവിഷൻ, അത് പഠിപ്പിച്ചതും ഇതേ മദ്രസയിൽ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഈ മദ്രസയെ പഠിപ്പിച്ചതാണ്. അതിന്റെ ഡോക്യുമെന്റ് ഞാൻ അങ്ങ് വേണമെങ്കിൽ അയച്ചു തരാം. അതൊക്കെ ഇവിടെ നമ്മളിവിടെ പഠിപ്പിച്ചു. അപ്പൊ മദ്രസ പഠിപ്പിക്കുന്നത് വളരെ അങ്ങയിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞു തീർത്തിട്ട് അങ്ങയിലേക്ക് വരാം. അങ്ങയിലേക്ക് ഉറപ്പായിട്ട് വരാം. അങ്ങേക്ക് മറുപടി പറയാൻ അവസരം തരാം. തുടരാം ശ്രീ ആരിഫ് ഹുസൈൻ. അപ്പോൾ കൃത്യമായ ജനാധിപത്യ വിരുദ്ധതയും ഇതേപോലുള്ള വർഗീയതയും തന്നെയാണ് മദ്രസ പാഠഭാഗങ്ങളിൽ ഉള്ളത്. അപ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ എന്തെങ്കിലും വെള്ളം കോരി കൊടുക്കുന്നതിനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു വെറും മറ മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാടത്തം തന്നെയാണ്. ഞാൻ വേണി അതിവിടെ കേൾപ്പിച്ചാരാം, ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി. മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ബാക്കി നിങ്ങൾ കേട്ടോളൂ. ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മദ്രസ, അതെ, അതിന്റെ ക്ലാസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് 12 ഫിഖ് യൂണിറ്റ് 10 പാർട്ട് 3 നിങ്ങൾ പോയിട്ട് തിരുത്തുക. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഴുവൻ എന്തോ നല്ല അരിമാവ് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകൾ വേറെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാവും. എക്സ് മുസ്ലിങ്ങളുടെ അടുത്ത് പറയും. ഇതൊക്കെ പഠിച്ചിട്ടും ഇത് മനസ്സിലാക്കിയിട്ട് ഈ മണ്ടത്തരം, ഇതുപോലുള്ള വർഗീയതയും ഇതുപോലുള്ള ഭീകരതയും മദ്രസകളിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ സാധനം പുറത്ത് വന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഇതാണ് മദ്രസകളിൽ നടക്കുന്നത്. അപ്പൊ ഇത് ഈ തരത്തിലുള്ളൊരു പ്രൈമിംഗ് നടത്തിക്കൊണ്ട് ഓരോ കുട്ടികളെയും ഭീകരവാദത്തിന്റെ ഒരു അധ്യാപനം കേൾക്കുമ്പോൾ അതും സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു നിലയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്ന ഒരു കൃത്യമായ ഒരു പഠന രീതി, ഇൻഡോക്ട്രിനേഷൻ, അത് തന്നെയാണ് മദ്രസകളിൽ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ഒരു അധ്യാപനം പോലും ഈ UAE നടക്കില്ലല്ലോ. എന്താ നടക്കാത്തത്? കാരണം അത് അവിടുത്തെ ഗവൺമെന്റ് അത് മോണിറ്റർ ചെയ്യുന്നു. ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ അതൊന്നും പഠിപ്പിക്കാൻ പാടില്ല. അത് പഠിപ്പിക്കുന്ന മദ്രസ തന്നെ JCB കൊണ്ട് ഇടിച്ചു പൊളിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ ഇവിടെ മോദി അത് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറയും മദ്രസയിൽ അതൊന്നുമില്ല, മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് ഞാൻ കേൾപ്പിച്ചു തന്നത്. ഇനി എന്താ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം കേൾപ്പിച്ചു തരാം. അത് ഈ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഓരോ മദ്രസകളിലെയും, അത് സമസ്തയായിക്കോട്ടെ, മുജാഹിദ് ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, എല്ലാവരുടെയും ഈ പറയുന്ന സിലബസുകൾ എടുത്ത് പരിശോധിച്ച് അതിൽ കൃത്യമായി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുന്ന ആളുകളോടത്താണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. എല്ലാത്തിലും പറയുന്നത് ഇത്തരത്തിലുള്ള വർഗീയതയും വിഭാഗീയതയും, നോമ്പ്, ഈ പറയുന്ന ഓണം, ക്രിസ്മസ്, ഇതിലൊന്നും പങ്കെടുക്കരുത് എന്ന് വരെ പഠിപ്പിക്കുന്ന മദ്രസകൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ എന്നത് നമ്മൾ വെറുതെ പഠിപ്പിക്കാൻ നിൽക്കരുത് എനിക്ക് പറയാം. ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ O അബ്ദുള്ളയ്ക്ക് മറുപടി പറയേണ്ടത്. അതായത് ഒരുപാട് സമയം വേണ്ടതാണ്. 1-2 പോയിന്റ് മാത്രം പറയാം. മതം വിട്ടവനെ കൊല്ലേണ്ടതാണ് എന്ന ഒരു തെറ്റായ പ്രസ്താവം, അതിന് മാത്രം ഇപ്പം ഞാൻ മറുപടി പറയുന്നത്. പ്രവാചകന് വഹി അഥവാ ദിവ്യവചനം ലഭിച്ചുകൊണ്ടിരിക്കെ അത് എഴുതുന്ന ആൾ അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇന്നല്ലാഹു സമീഉൻ അലീം എന്ന രീതിയിലുള്ള ഒരു വാക്ക് അത് അദ്ദേഹത്തിന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ അങ്ങ് എഴുതി. അബ്ദുള്ള ബിൻ സലീം എന്ന പേര്. അദ്ദേഹം എഴുതിയപ്പോൾ ഇവനെ പ്രവാചകൻ പറഞ്ഞു അത് തന്നെ എന്ന് പറഞ്ഞു. യുനസ്സലു അലയ്യ കമാ യുനസ്സലു അലൈക്ക്, എനിക്കും ഇതുപോലെ ഇത് ദിവ്യബോധനം കിട്ടുന്നുണ്ട്, താങ്കൾ കിട്ടുന്ന പോലെയാണ്. അയാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയി. പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് പ്രവാചകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ദിവ്യബോധനം അത് കംപ്ലീറ്റ് ഇയാൾ സ്വന്തം ചെയ്തപ്പോൾ ഒരു വാചകത്തിൻ്റെ അവസാനത്തെ വാക്ക് അത് അദ്ദേഹം പൂർത്തീകരിച്ചപ്പോൾ എനിക്കും ഇതുപോലെ ദിവ്യബോധനം ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് താങ്കൾ നബിയല്ല, പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോയി. പിന്നെ ഉസ്മാനിൻ്റെ ബന്ധുവായിരുന്നു അദ്ദേഹം, 3ാമത്തെ ഖലീഫ. അദ്ദേഹത്തിൻ്റെ പിന്നെ കാലത്ത് അദ്ദേഹം തിരിച്ചു വന്നു. ഇയാളെ മതം വിട്ടവനെ കൊല്ലുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമർ കൊന്നില്ല, എന്തുകൊണ്ട് അബൂബക്കർ കൊന്നില്ല,
അപ്പം മതം വിട്ടവനെ കൊല്ലുന്നു എന്നതിനർത്ഥം ദീൻ എന്നതിന് മതം എന്ന് മാത്രമല്ല അർത്ഥം. സ്റ്റേറ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ സ്റ്റേറ്റ് ഒരു രാജ്യത്തിനെതിരായി കൊള്ളുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, രാജ്യദ്രോഹികൾക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ശിക്ഷയല്ലേ? രാജ്യദ്രോഹികൾ പിടിച്ച് ജയിലിടുന്നില്ലേ? പലരും കൊല്ലുന്നില്ലേ? ചൈന കൊല്ലുന്നില്ലേ? പല രാഷ്ട്രങ്ങൾ കൊല്ലുന്നില്ലേ? അതായത് മാക്കാനലി ദീനിൽ മലിക്, ഇവിടെ അറബി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അയാൾ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്ന് യൂസുഫ് അഥവാ ജോസഫിൻ്റെ ബ്രദേഴ്സിനെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ദീന് എന്ന വാക്കിന് വെറും മതം എന്ന് മാത്രമല്ല അർത്ഥം, സ്റ്റേറ്റ് എന്നതാണ്. സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ കൊല്ലും. ഇത് പാടില്ല, ഇന്നത്തെ രാജ്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആചാര്യ വിവരക്കേടുകൾ പറയുന്നത് എനിക്കെല്ലാം അറിയാം, ഞാനാണിത് പറ്റി ആധികാരികമായി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ്ട് നിശബ്ദം വെക്കാൻ നോക്കണ്ട. ഹോമിയോപ്പതിക്ക് താങ്കൾക്ക് വിവരമുണ്ട്, അതിന് മുമ്പ് ഞാൻ സാഷ്ട്രം നിയമിക്കുക. ഇസ്ലാമിനെ പറ്റി ഇത്തരത്തിലുള്ള വിവരക്കേട് പറയരുത് ഒരിക്കലും. ഇതാണ് അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മദ്രസകളെ പറ്റി ഈ പാഠപുസ്തകങ്ങൾ ലഭ്യമാണ്, എല്ലാവർക്കും എടുത്ത് വായിക്കുക. അതിലെവിടെയെങ്കിലും ഒരു വാക്ക് ഈ മദ്രസ പാഠപുസ്തകങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുക. എന്നിട്ട് RSS അവരുടെ ഈ ശാഖകൾ അവിടെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് എടുത്തു നോക്കുക. മുസ്ലിമിനെ കണ്ടാൽ കഴുത്തിന് വെട്ടണം എന്നതിനകത്തില്ലേ? എന്നോട് ഒരു RSS ഇസ്ലാം അതിനകത്ത് പുറത്തു വന്നിട്ട് ഒരു നിമിഷം, ഇപ്പോ തൽക്കാലം RSSനെ പ്രതിനിധീകരിച്ച്, സംഘത്തെ പ്രതിനിധീകരിച്ച് ആരും ഇപ്പോൾ ഈ പാനലിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ നടന്ന സ്ഫോടനം, അതിന് മുമ്പും അതിനുശേഷവും കണ്ടെത്തിയ വസ്തുതകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈസ് ദെയർ എ വൈറ്റ് കോളർ ടെറർ നെറ്റ്വർക്ക്, ഈസ് ദെയർ എ വൈറ്റ് കോട്ട് ടെറർ നെറ്റ്വർക്ക്? ഈ ചോദ്യം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടാകുന്നു? ഭയക്കണോ ഭാരതം ഭാരതീയർ? ഈ വിഷയത്തിലാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ മറുപടി പറയുക. ആരിഫ് ഹുസൈൻ ഒന്നിലധികം തവണ കൈ ഉയർത്തി. ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് പോകുന്നു. ശ്രീ ആരിഫ് ഹുസൈൻ. ഇവിടെ ലാസ്റ്റ് പറഞ്ഞ എടുക്കണം എന്നാണ് ഞാൻ പറയാം. അതായത് RSSന്റെ ശാഖയിൽ പഠിപ്പിക്കുന്നതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരു കമ്പാരിസൺ വെക്കണം തന്നെയാണ് ഞാൻ പറയാം. ഞാൻ വരാം മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ റിപ്പോർട്ടായിട്ട് ഞാൻ വരാം, എന്നിട്ട് അത് തമ്മിൽ ഒരു മത്സരമാക്കി കളയാം എന്ന് തന്നെയാണ് ഞാൻ പറയാം. അത് ജനം TV അത് ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറയാം. അത് നിങ്ങൾ ദയവായിട്ട് ഏറ്റെടുക്കുക. അതൊന്ന്. രണ്ട്, ഇവിടെ പറഞ്ഞു അബ്ദുല്ലാഹിബിന് അബി സർഹിന്റെ കഥയൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നും അല്ലാന്ന്. എന്റെ പൊന്ന് അബ്ദുല്ലാഖാനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്നെ അല്ലല്ലോ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇത് എന്തിനാ മദ്രസ അധ്യാപനമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇന്ന് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചേർക്കുന്നത്? നിങ്ങൾ അവരോട് പോയി ചോദിക്കൂ. ഈ 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തിനാണ് ഇന്നത്തെ നാട്ടിൽ ഇവിടുത്തെ കുട്ടികൾ ഇത് പഠിപ്പിക്കുന്നത്? ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം അല്ലല്ലോ, അപ്പൊ പിന്നെ എന്തിനാണ് ഇന്ത്യയിലെ മദ്രസയിൽ ഇത് പഠിപ്പിക്കുന്നത്? നിങ്ങൾ അവിടെയാണ് ചോദിക്കേണ്ടത്. അവിടെ ചോദിക്കാതെ ഇവിടെ വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഒന്നത്. രണ്ട്, ഇവിടെ പറഞ്ഞു ഇയാളെ കൊല്ലാതെ വെറുതെ വിട്ടില്ലെന്ന്. ആ കഥ എന്താ ബാക്കി നിങ്ങൾ പറയാത്തത്? നിങ്ങൾ ബാഹുബലി 1 മാത്രം അങ്ങ് പറഞ്ഞപ്പോൾ ആരും ഇടപെട്ടില്ല. സമാധാനമായി കേൾക്കൂ, അതിനുശേഷം മറുപടി പറയാം. അങ്ങനെയല്ലേ ഒരു ചർച്ച പോകേണ്ടത്. ശ്രീ അബ്ദുള്ള, ക്ഷമയോടെ പ്ലീസ്. ശ്രീ ആരിഫ് ഹുസൈൻ. ക്ഷമയോടെ കേൾക്കുക. അപ്പോ ബാഹുബലി 2 നമ്മൾ പറയണം. ഈ അബ്ദുല്ലാഹിബിന് അബി സർഹിന്റെ പേര് ലിസ്റ്റ് വെച്ചു. അതായത് മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി കൊല്ലാൻ ഏൽപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് ഇട്ടപ്പോ ഈ പേര് അത് ഉണ്ടായിരുന്നു. എന്തേ അബ്ദുള്ളാക്ക അത് വിഴുങ്ങിയത്? അതെന്തേ പറയാത്തത്? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് സൗകര്യമുള്ള ചരിത്രം വളച്ചൊടിച്ച് പറയും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് സംഘികളുടെ മേലെ ആരോപിക്കുന്നത്? സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങളാണ് ചരിത്രം വിഴുങ്ങുന്നത്. ഈ അബി സർഹിനെ കൊല്ലണം എന്ന് ഉത്തരവിടുകയും മുഹമ്മദ് നബി കൊടുത്ത ലിസ്റ്റിൽ ഇയാളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ പോയിട്ട് ഉസ്മാന്റെ അടുത്ത് പോയിട്ട് അവിടെ അഭയം പ്രാപിക്കുമ്പോ ഉസ്മാൻ വന്നിട്ട് വക്കാലത്ത് പറയുമ്പോ അവിടെ അവസാനം ഗത്യന്തരമില്ലാതെ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് ഈ അബി സർഹിനെ കൊണ്ടുവരുമ്പോ അവിടെ വന്നിട്ട് ഇവൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയാണ് മുഹമ്മദ് നബിയുടെ അടുത്ത്. അപ്പൊ ആ സമയത്ത് 3 തവണ പറഞ്ഞിട്ട് മുഹമ്മദ് നബി സ്വീകരിക്കാതെ നിൽക്കുന്നു. 3ാമത്തെ തവണയാണ് സ്വീകരിക്കുന്നത്. അവസാനം സ്വീകരിച്ച് മനസ്സോടുകൂടി അയാൾ പോകുമ്പോ മുഹമ്മദ് നബി അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അയാളുടെ തല വെട്ടാഞ്ഞെന്ന്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ തല വെട്ടാൻ, ഞാൻ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നിറുക്കി കാണിച്ചുകൂടായിരുന്നു ചോദിച്ചു. മുഹമ്മദ് നബി ചോദിക്കും, ഞാനൊരു പ്രവാചകനല്ലേ, എനിക്കിങ്ങനെ കണ്ണിറുക്കിയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന മറുപടിയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെറുതെ വിട്ടിട്ടില്ല. കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ട്, മുഹമ്മദ് നബിയുടെ ഉള്ളിലുള്ള ദേഷ്യം പിടികിട്ടാതെ പോയതുകൊണ്ട്, ഉള്ളിലുള്ള ഇരിപ്പ് പിടികിട്ടാതെ പോയതുകൊണ്ട് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. മാത്രമല്ല ആ കൊല്ലാത്തതിൽ അയാൾക്ക് വിഷമം ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് എന്നതാണ് ചരിത്രം. ആ ബാഹുബലി 2 കൂടി നിങ്ങൾ പറയണം. അതിനാണ് എക്സ് മുസ്ലിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മൾ പറയും, അതിനുള്ള ആധികാരികത നമുക്കുണ്ട്. അതിന് പിന്നെ ഹോമിയോ പഠിച്ചാലേ ഇവിടെ ജാക്കിർ നായിക്ക് ഈ വേറെ എന്തോ പഠിച്ചിട്ടാണല്ലോ തീവ്രവാദിയായിട്ട് ആമ മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുന്നത്. എനിക്കും പറയാനുള്ള അവകാശമുണ്ട്. ഹോമിയോ ഡോക്ടർ ആണെങ്കിലും ഞാൻ പറയാമേ മെഡിക്കൽ ഡോക്ടർ, പക്ഷെ ഞാൻ ഇസ്ലാമും പറയും. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാം പറയാൻ മെഡിക്കൽ ഡോക്ടർമാർക്ക് ജാക്കിർ നായിക്കിന് മാത്രമൊന്നുമല്ല അവകാശം, അത് എനിക്കുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് എനിക്ക് അറിയാമെന്ന് തന്നെയാണ് കൂട്ടി, അത് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ചരിത്രം വിഴുങ്ങിയെന്ന് നിങ്ങൾ പറയണം.
അപ്പോ ഇതേപോലെ ഞാൻ ഈ ചരിത്രം നിങ്ങൾ സൗകര്യം പോലെ കേൾക്കുക. നിങ്ങൾ ഈ കള്ളത്തരം പറയണൊക്കെ നമ്മൾ കൈയോടെ പിടികൂടേണ്ട പൊന്നബ്ദു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള ഈ തീവ്രവാദ അതിന് കൊടുക്കുന്ന ആ പ്രചോദനം കൊടുക്കുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾ മദ്രസയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന വെല്ലുവിളി ജനഡി ഏറ്റെടുക്കണം. ഈ RSS പഠിപ്പിക്കുന്നതും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരു മത്സരം നമ്മളിവിടെ വെക്കണം. അതിന് ഇസ്ലാമിലെ പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളതുമായിട്ട് ഞാനും വരും, നിങ്ങളും വന്നോ, RSSന്റെ ആൾക്കാരുണ്ടെങ്കിൽ അവരും വരട്ടെ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു മത്സരം, ഒരു ഒളിമ്പിക്സ് തന്നെ നടത്തി കളയുന്ന ഞാൻ പറയുന്നു. അവിടുത്തെ കപ്പും സ്വർണ്ണ മെഡലും എല്ലാ മെഡലും മാൻ ഓഫ് ദ മാച്ചും എല്ലാം ഇസ്ലാം തന്നെ ആയിരിക്കും കൊണ്ടുപോകാന്നാണ് ഞാൻ പറയാ. വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. ഇനി പിന്മാറരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആരും RSS വന്നില്ലെങ്കിലും നിങ്ങൾ വരിക, നമ്മളും വരാം. എന്നിട്ട് ഇതേപോലെ ഒരു വേദിയിൽ ഇരുന്നിട്ട് ഈ ഇസ്ലാമിക വർഗീയത, തീവ്രവാദം ഇത് സംബന്ധിച്ചിട്ടുള്ള ആ അധ്യാപനങ്ങൾ എന്ത് എന്നുള്ളത്, എക്സ് മുസ്ലിങ്ങൾ വേഴ്സസ് മുസ്ലിങ്ങൾ, അങ്ങനെ ഒരു സംവാദത്തിന് സാധ്യത ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാന്നുള്ള ആ വെല്ലുവിളിയാണ് ഞാൻ വെക്കുന്നത്. അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ. ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞ ആ വെല്ലുവിളിയെ കുറിച്ച്, അങ്ങയിൽ നിന്നാണോ അദ്ദേഹം ഇസ്ലാം പഠിക്കേണ്ടതെന്ന് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു, ഹോമിയോ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. 3, സത്യസന്ധമായി ഇത് വളരെ കൃത്യമായി മുസ്ലിം സമൂഹം കേൾക്കേണ്ട ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം. ഇവർ മുസ്ലിം സഹോദരങ്ങളോട് ചെയ്യുന്നത് എന്താണ്? അവരൊരു മറ്റൊരു ലോകത്തെത്തിച്ച് ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ഭാരതത്തിൽ മുഴുവൻ, ലോകം മുഴുവൻ അവരെ ഭീകരരായി കാണുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് ആരാണ്? ശ്രീ ആരിഫ് ഹുസൈൻ. യെസ്, ഈ തരത്തിൽ ഒരു മുസ്ലിമിനെ ഈ ഒരു ദുരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് ഈ തീവ്രവാദികൾക്ക് തന്നെയാണ്. അതായത് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് വരുമ്പോഴോ അത് മുസ്ലിം ആയിരിക്കരുതേ എന്ന ഒരു സ്വകാര്യ പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കുന്ന തലത്തിലേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇന്ന് എത്തിയിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇതേ തീവ്രവാദികൾ തന്നെയാണ്. ഇത് മുസ്ലിങ്ങൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിനു വേണ്ട പരിഹാര കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ മാതിരി 3 മാതൃകകളുണ്ട്. ചൈന, UAE, താജിക്കിസ്ഥാൻ പോലുള്ള മാതൃകകൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മോദി ഇവിടെ വലിയ മുസ്ലിം വേട്ടക്കാരനായിട്ട് മാറും എന്ന് തന്നെയാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പോംവഴി എന്താണ്? മുസ്ലിങ്ങൾ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ഈ തരം വിഷയങ്ങളെ തിരിച്ചറിയാനുള്ള വഴികൾ അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ വലിയ പങ്ക് ഈ മാധ്യമങ്ങൾക്കുണ്ട്, ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്, രാഷ്ട്രീയ മേലധ്യക്ഷന്മാർക്കുണ്ട്. പക്ഷെ അതിൽ എത്ര പേർ അത് ചെയ്യുന്നു? ഈ വിഷയത്തിൽ ചെറിയ മാറ്റം കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഈ രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഇപ്പോഴും അത് ആ ഒരു പക്വതയോടുകൂടി ഇപ്പോഴും പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇൻക്ലൂഡിങ് BJPക്ക് പോലും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇതിനകത്ത് മതമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആദ്യം മാറ്റിയിട്ട് ഇത് മത തീവ്രവാദത്തിന്റെ ആ ഒരു എലമെന്റ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത കാലത്തോളം, ഇതൊരു ഐഡിയോളജിയുടെ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി അതിനെ അക്നോളജ് ചെയ്ത് പോകാത്ത കാലത്തോളം ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് വേണ്ട വഴിയിൽ ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ തള്ളി പറയുന്നിടത്ത്, തീവ്രവാദികളെ പറയുന്നിടത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട് മമ്മൂട്ടിയെയും അല്ലെങ്കിൽ വല്ല നമ്മൾ പാൽക്കാരം അബൂബക്കർ ഖാനെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇതിനെ വെളുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ തീവ്രവാദികളെ പറയുമ്പോൾ അത് തീവ്രവാദികളെയാണ് എന്ന് വരിക. ഒരു ഒസാമ ബിൻ ലാദനെ മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ മുസ്ലിം പോലും അതിന് കൂടാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കാൻ ഇവിടെ സാധിക്കണം. നിലവിൽ അതല്ല അവസ്ഥ. ഒസാമ ബിൻ ലാദന് മയ്യത്ത് നിസ്കരിക്കുന്നു, അജ്മൽ കസബിന് മയ്യത്ത് നിസ്കരിക്കുന്നു, യഹിയ സിൻവറിന് മയ്യത്ത് നിസ്കരിക്കുന്നു, ഹനിയയ്ക്ക് മയ്യത്ത് നിസ്കരിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ യാക്കൂബ് മേമൻ അടക്കം മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ ഇന്ന് സാധാരണ മുസ്ലിമിന് ഇവിടെ ഉണ്ടെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് ഇതേ ജിഹാദികൾ തന്നെയാണ്. അതിന്റെ പേരിൽ തന്നെയാണ് ഈ പറയുന്ന അവസ്ഥ വരുന്നത്. അത് മാറിയേ പറ്റുള്ളൂ. ഇനി വെല്ലുവിളി, ഞാനൊരു വെല്ലുവിളി വെച്ചിട്ട് അതിൽ തൊടാതെ ഇങ്ങോട്ട് ഒരു വെല്ലുവിളി വെക്കുമ്പോൾ ഞാൻ പറയുന്നു എന്റെ വെല്ലുവിളി എടുത്തില്ലേലും വേണ്ടില്ല. ഈ പറയുന്ന അബ്ദുള്ളയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരുന്നു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ആൺകുട്ടികൾ ആരെങ്കിലും ജീവനോട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിനെ നിങ്ങൾ കൊണ്ടിട്ടുക. ഞാൻ കാലം കുറേയായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരാളെ കിട്ടിയാൽ ഒന്ന് പൊരിച്ചെടുക്കാമായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കൊണ്ടിട്ട് വരിക. നിങ്ങൾക്ക് പറ്റുന്ന ആളെ കൊണ്ടിട്ട് വരിക. ഇസ്ലാമിലെ തീവ്രവാദം എന്താണെന്നും വർഗീയത എന്താണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ എന്താണെന്നും ഞാൻ പഠിപ്പിച്ചു തരാം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വൈറ്റ് കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ തീവ്രവാദത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നതിന്റെ കൃത്യമായ കാരണം എന്താണ്? ഇസ്ലാമിലെ ഈ പറയുന്ന ജിഹാദ് എന്ന് പറയുന്നത് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് പറ്റുന്ന ആളുകൾ, ആൺകുട്ടികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശേഷിപ്പിച്ച ആളുകൾ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. ഞാൻ ഇവിടെ തന്നെ കാണും, എവിടെയും പോയിട്ടില്ല. എല്ലാ ദിവസവും ഇത് തുറന്നു വെച്ചിരിക്കുന്നത് ഇതേപോലെ ഏതെങ്കിലും ആൺകുട്ടികൾ വഴി തെറ്റിയാണെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് പറ്റി വരും. ഇനി ആരും കിട്ടിയില്ലെങ്കിൽ അബ്ദുള്ള തന്നെ നേരിട്ട് വരിക എന്നാണ് ഞാൻ പറയാം. അപ്പൊ ഇനി ആ സമയത്ത് ഇനി ഒഴിഞ്ഞു മാറാൻ നിൽക്കരുത്, ബബ്ബ അടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, തുടരുക. ഇനി ബാക്കി 4 മിനിറ്റാണ്. അതിൽ 1 മിനിറ്റ് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞ വീഡിയോ കാണാം. 1 മിനിറ്റ് അങ്ങയിലേക്ക് വരാം. ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട്, കാര്യം സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഈ വീഡിയോ ഒന്ന് കാണാം. അത് കഴിഞ്ഞ് ശ്രീ ഒ അബ്ദുള്ള, വീണ്ടും ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി
ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. യെസ്, ശ്രീ ഒ അബ്ദുള്ള 1 മിനിറ്റ്, അതിനുശേഷം ശ്രീ ആരിഫ് ഹുസൈൻ 1 മിനിറ്റ്. ശ്രീ ഒ അബ്ദുള്ള. അതൊരു പൊട്ടൻ പറഞ്ഞ ഇസ്ലാമിലോ ഇല്ല, അയാൾ താടിയുണ്ട് തലകെട്ടിട്ടുണ്ട് വിചാരിച്ചിട്ടാ. ഇസ്ലാമിനകത്തുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പ്രവാചകന്റെ വഹി ദിവ്യവചനം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ, അത് അദ്ദേഹത്തിന് ഒരു ലേശ സ്ഥലത്ത് അദ്ദേഹം പൂരിപ്പിച്ചു, അള്ളാഹു അലീമുൻ ഹക്കീം മറ്റൊരു വാക്കാം. അത് എല്ലാവർക്കും കഴിയുന്ന ഒന്ന് അത്രയേ ഉള്ളൂ, കാരണം ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് വരുന്നതാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒന്ന് പൂരിപ്പിച്ചപ്പോൾ പിന്നെ യൂഹായിലേക്കമാ യൂഹായിലേക്ക്, എനിക്കും ദിവ്യബോധനം കിട്ടുന്നുണ്ട് താങ്കൾ കിട്ടുന്ന പോലെ എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ പുറത്തുപോയി. ആൾ കൊന്നില്ല, പ്രവാചകൻ കൊന്നില്ല, അബൂബക്കർ കൊന്നില്ല, എല്ലാവരും കൊല്ലണം, ഉമർ കൊന്നില്ല. പിന്നീട് ഉസ്മാന്റെ കാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഈ സംഭവം നിഷേധിക്കാൻ കഴിയുമോ? ബുഖാരി എന്ന് പറയുന്ന ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥത്തിലുള്ളതല്ലേ. ഇനിയിപ്പോൾ തലകെട്ടിട്ട് ഒന്ന് താടി വെച്ച് വന്ന് അങ്ങ് പറഞ്ഞാൽ മതിയോ? തലകെട്ട് ഒരു ഓയിലൊന്നും എനിക്ക് കിട്ടായിട്ടല്ല, ഞാൻ അതൊക്കെ പഠിച്ചോരാ. ശ്രീ ഒ അബ്ദുള്ള, സമയം അതിക്രമിച്ചു, 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് ലാസ്റ്റ് വേർഡ് ഇൻ എഡിറ്റേഴ്സ് ചോയ്സ്. ശ്രീ ആരിഫ് ഹുസൈൻ. അല്ല, തലക്കെട്ടില്ല, തലക്കെട്ടുള്ളതുകൊണ്ട് അതിനെ തള്ളുന്നത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അബ്ദുള്ള തലക്കെട്ടൊന്നും ഇല്ലാതെ ക്ലീൻ ഷേവ് അടിച്ചിട്ട് ഇതേ തക്കിയ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പരിപ്പൊക്കെ കൈവച്ചാൽ മതി എന്നാ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു, ഈ കഥ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും കൊന്ന ഉമർ പോലും കൊന്നില്ല എന്നാണ്. അതിന് വലിയ തമാശയാണ്. എല്ലാവരെയും കൊന്ന ഉമർ, അതിനെയാണ് നമ്മളും പറയണത്. ഇതാണ് ഉമറിന്റെ പണി. ഇനി എന്തുകൊണ്ട് കൊന്നില്ല? ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള ആളുകൾക്ക് കണ്ണിറുക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൊല്ലാതെ വിട്ടത്. ആ ബാഹുബലി 2 നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങൾ ഇപ്പോഴും ആ കഥ പറയാതെ മുങ്ങി കളിക്കുകയാണ്. ആ പരിപ്പ് കൈവച്ചാൽ മതി എന്റെ പൊന്ന അബ്ദുള്ള, ഇത് ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കേട്ടോ, ഇനി വേറെ ഉണ്ട് ഇതേപോലെ, ഇനി ഇതേപോലെ മെയിൻ രീതിയിൽ വരുത്തുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. അതിവിടെ വരും, നിങ്ങൾ കുറെ വേർക്കും, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ശരി, വളരെയധികം നന്ദി. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടിന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇന്ന് എനിക്ക് വലിയൊരു എന്താ പറയാ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന മാതിരി ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന നമ്മൾ യൂട്യൂബ് ചാനലിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇനി TV ചാനലിൽ വരുന്ന അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. എന്റെ പൊന്നു കാക്കന്മാരെ, നിങ്ങളുടെ കാലത്ത് ഇരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇസ്ലാമിന്റെ കഥ നമ്മൾ കഴിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ വലിയ വെല്ലുവിളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വെല്ലുവിളി ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി ആളെ കൊണ്ടുവരാം. ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരായാലും കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവരാ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ആണ് പെണ്ണും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇസ്ലാം അറിയുന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരാ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.